നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചാഴൂർ നാടകവേദിയുടെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവത്തിന് വ്യാഴാഴ്ച അരങ്ങുണരും. കഴിമ്പ്രം മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിന് ചൊവ്വാഴ്ച കൊടിയേറും. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ ഗൗരി ലക്ഷ്മിയുടെ ലൈവ് മ്യൂസിക് ഷോ സംഗീത ആസ്വാദകരുടെ മനം കവർന്നു. വിശദമായ വാർത്തകളിലേക്ക്. നാടക കലാ സാമൂഹിക പ്രവർത്തകരായ KM മുഹമ്മദിന്റെയും സജീവ് ചിറാക്കോലിയുടെയും സ്മരണയ്ക്കായി ചാഴൂർ നാടകവേദി 5 ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവം നടത്തുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 26 മുതൽ 30 വരെ ചാഴൂർ ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നാടകോത്സവം. പ്രഭാഷണങ്ങളും നാടകഗാന അവതരണവും ഉണ്ടാകും. വ്യാഴാഴ്ച വൈകിട്ട് 5:30 നടൻ ജയരാജ് വാര്യർ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ അധ്യക്ഷനാകും. PR കൃഷ്ണകുമാർ മുഹമ്മദ് അനുസ്മരണവും TV ബാലകൃഷ്ണൻ സജീവ് ചിറക്കോൽ അനുസ്മരണവും നടത്തും. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 തോപ്പിൽ ഭാസി ജന്മശതാബ്ദിയും KPSCയുടെ 75ാം വാർഷികാഘോഷവും നടത്തും. മുൻ മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. KM ജയദേവൻ അധ്യക്ഷനാകും. ദൂരദർശൻ മുൻ ഡയറക്ടറും IPTA സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ബൈജു ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. വ്യാഴാഴ്ച വൈകിട്ട് 6:30 എറണാകുളം ആക്ട് ലാബിന്റെ പാടുക പാട്ടുകാര 8 അഡാട്ട് പഞ്ചമി തിയേറ്റേഴ്സിന്റെ കവചിതം, വെള്ളിയാഴ്ച ചേർപ്പ് നാടകപുരയുടെ പ്ലാമ്യ ല്യൂബോയ്, ശനിയാഴ്ച പാലക്കാട് അഭിനയശ്രീയുടെ ഒറ്റവരിൽ ഇത്രമാത്രം, 8 കൊളത്തൂർ ബ്ലാക്ക് കർട്ടന്റെ പണയം, ഞായറാഴ്ച 6:30 തൃശൂർ ഫയർ തിയേറ്റർ ഫാമിലിയുടെ മുംബൈയിലെ ഒരു ഉഷ്ണരാത്രിയിൽ, 8:30 അട്ടപ്പാടി തിയേറ്റർ റൂട്ട്സ് ആൻഡ് വിങ്സിന്റെ മിന്നുന്നതെല്ലാം, തിങ്കളാഴ്ച ആലപ്പുഴ തെസ്പിയൻ തിയേറ്റേഴ്സിന്റെ ജോസഫിന്റെ റേഡിയോ, 8 വല്ലച്ചിറ മഹാരസികൻ ക്ലബിന്റെ നവരാഷ്ട്ര കഥ എന്നീ നാടകങ്ങൾ അരങ്ങേറും. തിങ്കളാഴ്ച സമാപന സമ്മേളനം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ ദിവസങ്ങളിലായി പെരുവനം കുട്ടൻമാരാർ, പ്രിയനന്ദനൻ, ശശിധരൻ നടുവിൽ, PG സുർജിത്ത്, നരിപ്പറ്റ രാജു, ഗായത്രി വർഷ, പുഷ്പവതി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ പങ്കെടുക്കും. പത്രസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ, മസൂദ് K വിനോദ്, BA ബിന്നി എന്നിവർ പങ്കെടുത്തു. കഴിമ്പ്രം ബീച്ചിൽ 8 ദിവസം നീണ്ടു നിൽക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളോടുകൂടിയ മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിന് ചൊവ്വാഴ്ച കൊടിയേറും. ഡിസംബർ 23 മുതൽ ഡിസംബർ 31 വരെയാണ് കഴിമ്പ്രം ബീച്ചിൽ മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 23 അഡ്വഞ്ചർ കാർണിവലിന്റെയും ഭക്ഷ്യമേളയുടെയും ഉദ്ഘാടനം നടക്കും. ഡിസംബർ 24 വൈകിട്ട് വിളംബര ഘോഷയാത്രയും തുടർന്ന് കൊടിയേറ്റവും നടക്കും. അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ കൊടിയേറ്റ കർമ്മം നിർവഹിക്കും. ശേഷം സെന്റ് മേരീസ് വരന്തരപ്പള്ളിയുടെ നേതൃത്വത്തിൽ ബാൻഡ് മേളവും അരങ്ങേറും. ഡിസംബർ 25 ബുധനാഴ്ച വൈകുന്നേരം 6 ജൂഡോ, റെസലിംഗ്, തുടർന്ന് അതുൽ നറുകരയുടെ മ്യൂസിക്കൽ ബാൻഡും, 26 രാവിലെ 10 അലോപ്പതി മെഡിക്കൽ ക്യാമ്പ്, കൈകുട്ടിക്കളി, D4 ഡാൻസ് എന്നിവയും നടക്കും. 27 രാവിലെ 10 ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്, വലവീശൽ മത്സരം, കൈകുട്ടിക്കളി, ഏകാംഗ നാടകം, സംഗീത സായാഹ്നം, 28 രാവിലെ 10 നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയാ നിർണയവും, വൈകുന്നേരം ബോക്സിംഗ് പ്രദർശന മത്സരം, നാട്ടരങ്ങ്, ഉല മ്യൂസിക്കൽ ബാൻഡ്, 29 വൈകുന്നേരം 2 മെഹന്തി മത്സരം, മെഗാ ക്യാൻവാസ് ചിത്രരചന, കവിയരങ്ങ് എന്നിവയുണ്ടാകും. സാംസ്കാരിക സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കൽ, മ്യൂസിക് നൈറ്റ്, 30 വൈകുന്നേരം 2 പായസ പാചക മത്സരം, നാടൻ കലാരൂപങ്ങളുടെ ദൃശ്യാവിഷ്കാരം, 31 രാവിലെ 10 നാടൻ കലാ മത്സരം,
വൈകുന്നേരം 7-ന് മ്യൂസിക്കൽ ബാൻഡ്, 9:30-ക്ക് DJ നൈറ്റ്, രാത്രി 12-ന് ക്രിസ്മസ് പാപ്പ ഫയർ ഷോ, വർണ്ണമഴയോടെ കൊടിയിറക്കൽ നടത്തും. ഭാരവാഹികളായ സംഘാടക സമിതി ജനറൽ കൺവീനർ ശ്രേയസ് രാമചന്ദ്രൻ, കോർഡിനേറ്റർ PS ഷിജിത്ത്, പ്രിയൻ കാഞ്ഞിരപ്പറമ്പിൽ, ഭീതി ഹരൻ, ഷിബു നെടിയിരിപ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനോത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച വൈകുന്നേരം ദേവസ്ഥാനം ഗസ്റ്റ് ഹൌസ് ഗ്രൗണ്ടിൽ ഇന്ത്യൻ സംഗീത സംവിധായകയും ഗായികയും ഗാനരചയിതാവും ഗൗരി ലക്ഷ്മിയുടെ ലൈവ് മ്യൂസിക് ഷോ സംഗീത ആസ്വാദകരുടെ മനം കവർന്നു. അതിന്റെ പേര് നൃത്തവും ഗാനവും സ്റ്റേജിലെ ലൈറ്റിന്റെ മായാലോകവും ഒന്നിച്ചു ചേർന്നുള്ള ലൈവ് മ്യൂസിക് ആസ്വാദകർക്ക് കണ്ണിനും കാതിനും ഇമ്പമേകി. നിരവധി ആളുകളാണ് ഗൗരി ലക്ഷ്മിയുടെ ലൈവ് മ്യൂസിക് കാണാനായി ദേവസ്ഥാന ഗസ്റ്റ് ഹൌസ് ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നത്. ரொம்ப உற்சாகமாக கண்டதி செல்லமே நானும் உற்சாகமாக துரியோதனா துயல் உரியட்டுமா ஒன்னே കോതകുളം ബീച്ചിൽ നടക്കുന്ന സ്നേഹാരാമം ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് വീരനാട്യം കൈകൊട്ടിക്കളി നടന്നു. വൈകിട്ട് നക്ഷത്ര പെരിഞ്ഞനം, പ്രണതോസ്മി വലപ്പാട്, ശ്രീപാർവതി തിരുപ്പഴഞ്ചേരി, ശിവയോഗിനി വലപ്പാട് എന്നീ ടീമുകളുടെ നേതൃത്വത്തിലാണ് വീരനാട്യം കൈകൊട്ടിക്കളി നടന്നത്. കുന്നുങ്ങൽ പ്രോപ്പർട്ടീസ് MD അമർ സിംഗ് കുന്നുങ്ങൽ, ജോഷി ബ്ലാങ്ങാട്ട് എന്നിവർ മുഖ്യാതിഥികളായി. സംഘാടക സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി.
കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CKG വൈദ്യരുടെ 5ാം ചരമവാർഷിക ദിനാചരണം നടത്തി. DCC ജനറൽ സെക്രട്ടറി K. ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ അധ്യക്ഷനായി. CKG വൈദ്യരുടെ വീട്ടിലും CKG സ്ക്വയറിലും പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു. കോൺഗ്രസ് സീനിയർ നേതാവ് ശിവൻ കണ്ണോളി മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ VR വിജയൻ, അനിൽ പുളിക്കൽ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P. വിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ CG അജിത് കുമാർ, AN സിദ്ധപ്രസാദ്, VD സന്ദീപ്, TV ഷൈൻ, ജീജ ശിവൻ, CS മണികണ്ഠൻ, മധു അന്തിക്കാട്ട്, ബിന്ദു പ്രദീപ്, രഹന ബിനീഷ്, KR ദാസൻ, PC ജയബാലൻ, AK വാസൻ, ഭാസ്കരൻ അന്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു. CKGയുടെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ദിലീപ് കുമാർ വിശദീകരിച്ചു. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ചേറ്റുവ മുതൽ കോതപറമ്പ് വരെ, കൊടുങ്ങല്ലൂരിൻ്റെ അതിർത്തി വരെ എല്ലാവരെയും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള മറ്റൊരു നേതാവിനെ ഈ മേഖലയിൽ, ഞാൻ പറഞ്ഞ മേഖലയിലായിരിക്കണം, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. അത്രയേറെ കാര്യങ്ങൾ ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ മറ്റു പാർട്ടിക്കാരോ എന്നില്ലാതെ അവരുടെ സൗഹൃദം മാത്രമല്ല, അവർക്ക് എനിക്ക് വൈദ്യരെ സുഖമില്ല ബസ് ഇറങ്ങി നിൽക്കുമ്പോൾ പറഞ്ഞാൽ ഉടനെ വൈദ്യുതി പോണതാണ്. ഒരു സാധനം എടുത്തു കൊടുത്തു, പൈസ ചോദിച്ചിട്ടല്ല, അത് കിട്ടിയാൽ അവർക്കറിയാം വൈദ്യരുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിക്കഴിച്ചാൽ എനിക്ക് സുഖമായി. താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ക്രിസ്തുമസിന്റെ ഭാഗമായി ബോൺ നത്താലെ സംഘടിപ്പിച്ചു. പോൾ കള്ളിക്കാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്രദർ ക്ലീൻസ് കൈക്കാരന്മാരായ ജോഫി CJ, ദാസ് കുരുതുകുളങ്ങര, ഡേവിസ് ഐനിക്കൽ, PRO ജോജു വർക്കി എന്നിവർ നേതൃത്വം നൽകി. Christmas, Christmas, Merry Christmas. Onnatale means Merry Christmas. കാരമുക്ക് ദേശവിളക്കിനോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ ചടങ്ങ് നടത്തി. പൂതൃക്കോവ് നരസിംഹമൂർത്തി ക്ഷേത്രനടയിൽ നടത്തിയ ചടങ്ങ് ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് മന കൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ആരംഭം കുറിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, സെക്രട്ടറി PB വേണു, ട്രഷറർ സൂര്യനാരായണൻ, ക്ഷേത്രം മേൽശാന്തി ബിനു വാസുദേവൻ നമ്പൂതിരി, കമ്മിറ്റി അംഗങ്ങളായ VV പ്രമോദ്, സുഷമ സുനിൽ, അജിത ശ്രീനിവാസൻ, ഇന്ദിര വിശ്വനാഥൻ, അഞ്ജലി ഷാജി, വാസു താണിപ്പാടത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ K. കരുണാകരൻ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. P. വിനു, AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, TV ഷൈൻ, ജീജ ശിവൻ, ബിന്ദു പ്രദീപ്, CS മണികണ്ഠൻ, രഹന ബിനീഷ്, സുധി ആലക്കൽ, KV സുകുമാരൻ, കമല ശ്രീകുമാർ, മധു അന്തിക്കാട്ട്, KR ദാസൻ, PK നന്ദനൻ, PC ജയബാലൻ, ബാബു പനക്കൽ, AK വാസൻ, ജയരാമൻ അണ്ടേഴത്ത്, വേണുഗോപാൽ നായർ, ജിൽഷ, ഷെരീഫ് പാണ്ടികശാല, മുഹമ്മദ് അലി കണിയാർക്കോട്, രാജീവ് അരയമ്പറമ്പിൽ, ഭാസ്കരൻ അന്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു. കേരളത്തിന് ഒരേ ഒരു ലീഡറെ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനൊറ്റ പേരേ ഉള്ളൂ, അത് ലീഡർ ശ്രീ K. കരുണാകരൻ തന്നെയാണ്. ഇത്രയേറെ ആർജവും തന്നേടവും കർമ്മശേഷിയുമുണ്ടായ മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ നമുക്ക് കാണാൻ സാധിക്കും. നാടിൻ്റെ വികസനത്തിൽ വെല്ലുവിളികളെ എല്ലാം അതിജീവിച്ച് ഒരു ഭരണാധികാരി എന്ന നിലയിൽ അതിശക്തമായി മുന്നോട്ട് പോവുകയും
സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി രാജ്യവും ലോകവും അറിയപ്പെടുന്ന വൻകിട പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനും കഴിഞ്ഞ മഹാനായ നേതാവാണ് ലീഡർ ശ്രീ കെ കരുണാകരൻ. ശ്രീനാരായണ ക്ലബ്ബും വലപ്പാട് ബീച്ച് ശ്രീനാരായണ ലൈബ്രറി സംയുക്തമായി മതസൗഹാർദ്ദ സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തിൽ പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചു. ശ്രീനാരായണ ക്ലബ്ബ് പ്രസിഡന്റ് സുദീപ് ഒക്കാഞ്ചേരി അധ്യക്ഷനായ ചടങ്ങ് GDM സ്കൂൾ പ്രധാന അധ്യാപകൻ CK ബിജോയ് ഉദ്ഘാടനം ചെയ്തു. സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ, ഫാദർ ജെൻസ് തട്ടിൽ, ഉസ്താദ് നിഷാദ് എന്നിവർ പ്രഭാഷണം നടത്തി. ലാൽ കച്ചില്ലം, സുരേഷ് പട്ടാലി, ഷൈനി സജിത്ത് വേളയിൽ, ഷീജ മുരളി, ദേവൻ ഉള്ളാട്ടിൽ, സുരേഷ് ചരുവിൽ, ശ്യാമൻ പത്തായക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിലോ ഏഷ്യയിലോ ഇതിനു മുൻപ് അത്തരമൊരു മതസമ്മേളനം വിളിച്ചു ചേർക്കപ്പെടുകയുണ്ടായിട്ടില്ല. ഇതിനു മുൻപ് ഇവിടെ അധ്യക്ഷ പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ചിക്കാഗോയിലാണ് ഒരു സർവമത സമ്മേളനം വിളിച്ചു ചേർക്കപ്പെട്ടത്. ആ സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്തത് അദ്ദേഹം അമേരിക്കയിലെ സഹോദരന്മാരെ എന്ന അഭിസംബോധനയിലൂടെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും ഇന്ത്യൻ സഹിഷ്ണുതയുടെയും പ്രതീകാത്മകതയെ അവിടെ പ്രോജ്വലിപ്പിക്കുകയുണ്ടായി. വയോജന സംഗമവും ക്രിസ്മസ് ആഘോഷവും നടത്തി. വലപ്പാട് സെയിന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ 70 വയസ്സിന് മേൽ പ്രായമായ വയോജകരുടെ സംഗമവും ക്രിസ്തുമസ് ആഘോഷവും നടത്തി. ഇടവകയുടെ കീഴിലെ ചാരിറ്റി കമ്മിറ്റിയുടെയും സെയിന്റ് വിൻസെന്റ് ഡി പോൾ സംഘടനയുടെ നേതൃത്വത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത്. വൈകിട്ട് ദിവ്യബലിക്ക് ശേഷം ക്രിസ്മസ് കേക്ക് മുറിച്ച് മധുരം പങ്കുവയ്ക്കുകയും എല്ലാ വയോധികരെ ആദരിക്കുകയും എല്ലാവർക്കും ഉപഹാരം നൽകുകയും ചെയ്തു. വികാരി ഫാദർ ജെൻസ് തട്ടിൽ, കൈക്കാരന്മാരായ CA ജെയിംസ്, ലിജോ ജോർജ്, സിജോ ഡേവിസ്, സംഘടനാ ഭാരവാഹികളായ KL ആന്റണി, ജോസ് ആലപ്പാട്ട്, KC പോൾസൺ, ANP ജോൺസൺ, EJ ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി. And a happy new year, and a happy new year. വലപ്പാട് പള്ളിപ്രം NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും പള്ളിപ്രം കരയോഗം ഓഫീസിൽ വെച്ച് നടന്നു. ചാവക്കാട് താലൂക്ക് കരയോഗ യൂണിയൻ പ്രസിഡന്റ് ഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് C ശിവരാമൻ നായർ അധ്യക്ഷനായി. സുധീർ ദാസ്, സെക്രട്ടറി ചന്ദ്രശേഖരൻ നായർ, പ്രതിനിധി സഭാ മെമ്പർ PV സുധാകരൻ, യൂണിയൻ കമ്മിറ്റി അംഗം ഗോപാലകൃഷ്ണൻ, ബിന്ദു നാരായണൻ, ലീല ശിവരാമൻ, പ്രവാസി പ്രതിനിധി ഉമേഷ് വെള്ളൂർ, ഉഷ കേശവരാജ് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് C ശിവരാമൻ നായർ, വൈസ് പ്രസിഡന്റ് C മുരളീധരൻ, സെക്രട്ടറി V ചന്ദ്രശേഖരൻ നായർ, ജോയിന്റ് സെക്രട്ടറി D സുധീർ ദാസ്, ഖജാൻജി C ഗിരീഷ് കുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. കരയോഗ കുടുംബ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായവും യോഗത്തിൽ സമ്മാനിച്ചു. ഇനി അടുത്ത കാലത്ത് വലപ്പാടുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ഒരു ടീച്ചറിൻ്റെ മകൾക്ക് IAS കിട്ടിയത്. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞത് അവരുടെ വീട്, അച്ഛൻ്റെ വീട് വലപ്പാടാണെന്നാണ് പറഞ്ഞത്. ഇവിടെ അതാറിയാമോ? IAS കിട്ടിയ കുട്ടി, അതിൻ്റെ അച്ഛൻ്റെ വീട് വലപ്പാടാണെന്നാണ് പറയുന്നത്. ചാഴൂർ കാട്ടുങ്ങൽ ശ്രീ രുധിരമാല ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിന്റെ 2025 ക്ഷേത്രം കലണ്ടറിന്റെയും പ്രതിഷ്ഠാദിന തോറ്റം രൂപക്കളം നോട്ടീസിന്റെയും പ്രകാശനവും ഉന്നത വിജയികൾക്ക് അനുമോദന ചടങ്ങും ക്ഷേത്രം ഹാളിൽ സംഘടിപ്പിച്ചു. ക്ഷേത്രം തന്ത്രി നന്ദകുമാർ പ്രകാശനം നിർവഹിച്ചു. ചെറുശ്ശേരി വിവേകാനന്ദ ആശ്രമം പുരുഷോത്തമാനന്ദ സരസ്വതി സ്വാമികൾ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണവും പ്രഭാഷണവും നടത്തി. ചടങ്ങിൽ ലോക റെക്കോർഡ് ഗരുഡൻ പറവ ക്ഷേത്രകലാ പുരസ്കാരം രാജേഷ് R ആലപ്പുഴ, ഇംഗ്ലീഷ് കലാരചനയിൽ ജില്ലാതല മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ വൈഗ ബിജു എന്നിവരെയും ആദരിച്ചു. ശേഷം തപസ്യ പള്ളിപ്പുറത്തിന്റെ കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു. തുടർന്ന് മറ്റു കലാപരിപാടികളും നടന്നു. അയ്യപ്പ മാധവന്റെ തിരുമകൻ
ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി കണ്ടശാങ്കടവ് ഫൊറോന കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കരോൾ ഗാന മത്സരം സംഘടിപ്പിച്ചു. എറവ് സെയിന്റ് തെരേസസ് കപ്പൽ പള്ളിയിൽ നടത്തിയ മത്സരത്തിൽ എറവ് സെയിന്റ് തെരേസസ് 1ാം സ്ഥാനവും സെയിന്റ് ആന്റണീസ് ചർച്ച് അരിമ്പൂര് 2ാം സ്ഥാനവും വടനപ്പള്ളി സെയിന്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ച് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് സന്തോഷ്, ഷാജു, KA ഇഗ്നേഷ്യസ്, ആൽബിൻ ജോൺ, ജെൻസൺ ജെയിംസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചരിത്രപ്രസിദ്ധമായ മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രാങ്കണത്തിൽ നടത്തുന്ന ദേശവിളക്ക് മഹോത്സവ ആഘോഷങ്ങൾക്ക് തിരിതെളിഞ്ഞു. കലാസാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. ഒരുമിച്ച് കൂട്ടി ഭഗവാന്റെ അനുഗ്രഹം നേടാൻ വേണ്ടിയിട്ട് ഇതിന് തുടക്കം കുറിച്ചു എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ ഒത്തൊരുമ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഇച്ഛാശക്തി എന്ന് പറയുന്നത് നമ്മൾക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത് അപ്പുറത്തേക്കാണ്. ഒരു 62 വർഷം മുമ്പിലേക്ക് നോക്കുമ്പോൾ ഇന്നത്തെ പോലത്തെ മീഡിയ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നുമില്ല. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ആഘോഷത്തിലെ അല്ലെങ്കിൽ അവരുടെ ഭക്തിയുടെ അല്ലെങ്കിൽ അവരുടെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് തീർക്കാനായിട്ട് ഈ നമ്മളുടെ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ജനുവരി 1 എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസം 1-ാം തീയതിയാണ് മലയാള മാസം അല്ലെങ്കിൽ നമ്മുടെ വർഷം പിറക്കുന്ന 1-ാം തീയതി എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും ജനുവരി 1-ാം തീയതി എന്ന് പറയുന്നത് നമ്മളൊക്കെ എന്താ പറയുക, നമ്മളൊക്കെ പുതിയൊരു നാന്ദി കുറിക്കുന്ന ഒരു ദിവസമായിട്ട് കണക്ക് കൂട്ടുന്നു. അപ്പൊ ആ കണക്ക് കൂട്ടുന്ന ദിവസത്തില് ജനുവരി 1-ാം തീയതി എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്തുടർന്നു പോകുന്ന കലണ്ടർ പ്രകാരം ജനുവരി മുതൽ ഡിസംബർ 31 വരെയുള്ള കാലഘട്ടത്തില് ഒരുവന്റെ എല്ലാവിധ ഐശ്വര്യവും അല്ലെങ്കിൽ ഒരുവന്റെ എല്ലാവിധ ജീവിതത്തിലെ തുടക്കം കുറിക്കുന്ന ഒരു ദിവസം എന്ന നിലയിൽ ജനുവരി 1-ാം തീയതി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം. ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുധീർ പൊറ്റക്കാട്ട് അധ്യക്ഷനായി. സുനിൽ കൊച്ചത്ത്, സെക്രട്ടറി സന്തോഷ്, ജോയിന്റ് സെക്രട്ടറി MT താജൻ, രഞ്ജിത്ത് തണ്ടാമ്പറമ്പിൽ,
ട്രഷറർ അജീഷ് സോമൻ, ആദർശ് ഗോകുൽദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. കരനും നന്ദനേ ശരണം ഹരികര സുഖനേ അമ്പേണ്ടി കൊമ്പേണ്ടി തായങ്ങൾ കൂസുന്നേ അനുവാദം തന്നരുളമേ സ്വാമി അയ്യപ്പതി സ്വാമി അയ്യപ്പതി സ്വാമി അയ്യപ്പതി ഗണപതി ചുള്ളയരുടെ കാണവണങ്ങ ഒരു വട്ടം കൂടി 38 വർഷത്തിനു ശേഷം പഠിച്ചിറങ്ങിയ സ്കൂളിൽ വീണ്ടും ഒത്തുചേർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ. കണ്ടശങ്കടവ് ഗവൺമെന്റ് ഹൈസ്കൂൾ അങ്കണത്തിൽ ചേർന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ 38 വർഷത്തെ മാറ്റങ്ങളെക്കുറിച്ച് പഴയ കൂട്ടുകാർ പങ്കുവച്ചു. സഹപാഠിയായ ശിവദാസന്റെ സ്വപ്ന ഭവനത്തിനായി അംഗങ്ങൾ സമാഹരിച്ച തുക ചടങ്ങിൽ കൈമാറി. സുനിൽ വാലത്ത അധ്യക്ഷനായി. സക്കീർ ഹുസൈൻ, സന്തോഷ് പടിയം, അനിൽ നാട്ടിക, പ്രതാപൻ, ശിവദാസൻ, അമ്പാടി, നസീർ, സുഭാഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗാനാലാപനവും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. നമ്മുടെ പ്രായത്തിൽ പെണ്ണുകൾ പുറത്തിറങ്ങാറില്ല. അവിടെ ചിട്ടയാണ്. നമ്മുടെ അമ്മമാരുടെ വീട് നമ്മളെ. പക്ഷെ പെണ്ണുങ്ങൾ ഒരാൾ ജോലിക്ക് പോകുന്ന ഒരു പാരമ്പര്യം അന്ന് നമ്മളുടെ കാലഘട്ടത്തിൽ കുറവായിരുന്നു. പോയ പെണ്ണിനെ എല്ലാവരും കുറ്റപ്പെടുത്താറുണ്ട്. ആ പെൺകുട്ടി എന്തെങ്കിലും ജോലിക്ക് പോയാൽ അതിന് ഇപ്പം അങ്ങനല്ല. ഇപ്പോൾ ഏതൊരു വീട്ടിലും ജോലി ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ കല്യാണം തന്നെ മുടങ്ങി പോകുന്നത് കൂടുതൽ ജോലി കഴിഞ്ഞിട്ടാണ്. CI വെച്ച് പരിചയമുള്ള 3-4 പെൺകുട്ടികൾ എൻ്റെ അറിവില്ല. ഞാൻ നോക്കും മുന്നേ പള്ളിയിൽ കുട്ടപ്പൻ കുഞ്ഞിട്ടായ തലമുറയുടെ കുടുംബസംഗമവും 4ാമത് വാർഷികാഘോഷവും സംയുക്തമായി സംഘടിപ്പിച്ചു. കണ്ടശാൻകടവ് BJ റിസോർട്ടിൽ നടത്തിയ ചടങ്ങ് തലമുറയിലെ മുതിർന്ന അംഗങ്ങളായ മാധവൻ, ഭാസ്കരൻ, ഗിരിജൻ, രുഗുമണി, രംഭ, തങ്കമണി തുടങ്ങിയവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. മാധവൻ പള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. ഭാസ്കരൻ പള്ളിയിൽ, ഗിരിജൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും മത്സരങ്ങളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. സരിത്ത്, ബ്രിജു, ഗിനി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പരമ്പരപ്പെട്ടവർ മാത്രമുള്ള ശ്രമം ഇങ്ങനെ നടത്തുക എന്നുള്ളത് ചുരുക്കം തന്നെയാണ്. നമ്മുടെ മാതാപിതാക്കൾക്കുള്ള അവർ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ഒരു പുണ്യകർമ്മത്തെ നിറവേറ്റാൻ അവരുടെ പേരുകൾ ഇപ്പോഴും നമ്മൾ അനുസ്മരിക്കപ്പെട്ടത് അവരുടെ വാഴ്ത്തകൾ.
മലപ്പുറത്ത് നടന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ 35 വയസ്സിന് മുകളിലുള്ള വിഭാഗത്തിൽ 100 മീറ്റർ ബട്ടർഫ്ലൈയിൽ സ്വർണവും 150 മീറ്റർ ഫ്രീസ്റ്റൈൽ വെള്ളിയും ഫ്രീസ്റ്റൈൽ റിലേയിൽ വെങ്കലവും ശോഭ സുബിൻ കരസ്ഥമാക്കി. തൃശൂർ വലപ്പാട് സ്വദേശിയായ ശോഭ സുബിൻ DCC ജനറൽ സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഇപ്പോൾ എടമട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാണ്. പഞ്ചായത്ത് ബ്ലോക്ക് തല കേരളോത്സവത്തിലും ശോഭ സുബിൻ മെഡൽ നേടിയിരുന്നു. മുനമ്പം അഴീക്കോട് ജങ്കാർ സർവീസ് നിർത്തിയതിനെതിരെ അഴീക്കോട് കാഞ്ഞിരപ്പുഴ ശോഭ സുബിന്റെ നേതൃത്വത്തിൽ നീന്തി കടന്നിരുന്നു. ഇടവേള. നിങ്ങൾ അറിഞ്ഞോ, മൈ സ്റ്റോർ 5ാം വർഷത്തിലേക്ക്. നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. നിങ്ങൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് എന്തിനു കാത്തിരിക്കണം? അതിലും വിലക്കുറവിൽ ഞങ്ങൾ നിങ്ങൾക്ക് നൽകാം സ്മാർട്ട് ഫോണുകൾ, മൊബൈൽ ആക്സസറീസ്, ഒപ്പം നിരവധി സമ്മാനങ്ങളും. നിങ്ങൾക്കിഷ്ടപ്പെട്ട സ്മാർട്ട് ഫോണുകൾ ചെറിയ മാസത്തവണയിൽ, അതും പലിശയില്ലാതെ. ഫോണിലെ ഡാറ്റ ഒന്നും നഷ്ടമാകാതെ നിങ്ങളുടെ മുന്നിൽ വെച്ചു തന്നെ റിപ്പയർ ചെയ്തു നൽകുന്നു. ഫോൺ ഏതുമാകട്ടെ, ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് മുന്നിൽ. മൈ സ്റ്റോർ ഇനി എന്നും നിങ്ങളോടൊപ്പം. മൈ സ്റ്റോർ മൊബൈൽസ്, സിറ്റി ടവർ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. AJ Gold and Diamonds, തൃപ്രയാർ ജംഗ്ഷൻ. ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫർ. 1 പവൻ സ്വർണം വാങ്ങുന്നവർക്ക് പട്ടുസാരി, ചുരിദാർ സമ്മാനം. ഓരോ പർച്ചേസിനും ഒട്ടനവധി സമ്മാനങ്ങൾ. എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ ഇളവുകൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% ഡിസ്കൗണ്ട്. ഏത് ഷോപ്പിൽ നിന്നും എടുത്ത ഡയമണ്ട് ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുവാനും ക്യാഷ് ആക്കുവാനും സൗകര്യം. 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ പ്രീമിയം കളക്ഷൻസ്. 5 പവൻ മുതലുള്ള കല്യാണ സെറ്റുകൾ ഹോൾസെയിൽ വിലയിൽ. 18 കാരറ്റ് ആഭരണങ്ങളുടെ പ്രീമിയം കളക്ഷൻസ്. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ബേബി കളക്ഷൻസ്, ചെയിൻ, വള, അരഞ്ഞാണം, പാദസ്വരം മൊത്തം 1 പവനിൽ. AJ Gold and Diamonds, തൃപ്രയാർ ജംഗ്ഷൻ. ലൈറ്റ് വെയ്റ്റ് ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ജ്വല്ലറി. 916 ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. ഫോൺ 6. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. അറിഞ്ഞില്ലേ, ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26336114. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഹായ്, അശിക ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇന്ന് പോയില്ലടോ, ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഒരു ജ്വല്ലറിയിലാ. ഏത് ജ്വല്ലറിയാ? ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. ഇഷാര. ഓക്കെ, ബൈ ഐഷ, കാണാം. ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിലാ.
എന്താ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സും ഗിഫ്റ്റും തമ്മിലൊരു ബന്ധമില്ല, മാച്ച് ആവണ. അതാണോ? ഐഷ, ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്, ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇവിടെ നമ്മൾ 4 ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ പർച്ചേസിനും നമുക്ക് ഇതിന് കാർഡ് ചൂസ് ചെയ്യാം. അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗ്യം അനുസരിച്ച് നമുക്ക് വമ്പൻ സമ്മാനങ്ങൾ നേടാൻ സാധിക്കും. കൂടാതെ 2024 ഡിസംബർ 20 മുതൽ 2025 ജനുവരി 31 വരെയുള്ള ലക്കി ഡ്രോയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്നത് വമ്പൻ സമ്മാനമായ ഈ ഡയമണ്ട് നെക്ലേസ് ആണ്. വീണ്ടും വാർത്തകളിലേക്ക്. കഴിമ്പ്രം എസ് എൻ സെന്ററിൽ നടത്തിയ ദേശവിളക്കാഘോഷം ഭക്തി നിർഭരമായി. എടമട്ടം പാലപ്പടി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പെഴുന്നള്ളിപ്പ് വിവിധ താളമേളങ്ങൾ, താലങ്ങൾ, ചിന്തുപാട്ട്, ശാസ്താംപാട്ട് എന്നിവയുടെ അകമ്പടിയോടെ നടന്നു. തുടർന്ന് വർണ്ണമഴ, ദീപാരാധന, പറനിറയ്ക്കൽ, അന്നദാനം, കെട്ടുനിറ എന്നിവയുണ്ടായി. എം.എൻ. സുരേഷ്, കെ.ആർ. കണ്ണൻ, അഭിനന്ദ് ആലപ്പാട്ട്, ജിഷ്ണു വാഴപ്പള്ളി, സോമൻ കൊഴിശ്ശേരി, ബിജു ആലപ്പാട്ട്, ശ്രീമോൻ, അഖിൽ, വിയത്ത് ഷാജി, രതീഷ്, ശശി, സജിത സുഭാഷ്, മണി ചേന്തൻ, ഷാ കഴിമ്പ്രം, സൽഗുണൻ മുത്താമ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. തളികുളം സെന്റ് മേരീസ് ചർച്ചിൽ ഇടവക കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസിന് മുന്നോടിയായി ബോൺ നത്താലെ സംഘടിപ്പിച്ചു. പള്ളിയങ്കണത്തിൽ നിന്നും ആരംഭിച്ച് പുതുക്കുളം വരെ 300ഓളം പേർ സാന്താക്ലോസ് വേഷം ധരിച്ച് ബോൺ നത്താലയിൽ പങ്കെടുത്തു. ഇടവക വികാരി ഫാദർ ഡെമിൻ തറയിൽ, കേന്ദ്ര സമിതി കൺവീനർ സാജൻ തോമസ്, ഇടവക ട്രസ്റ്റിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. എരവ് സെന്റ് തെരേസാസ് കപ്പൽ പള്ളിയിലെ ഇടവക മധ്യസ്ഥ വിശുദ്ധ കൊച്ചുത്രേസിയുടെയും വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെയും സംയുക്ത തിരുനാളിന് മുന്നോടിയായി ഹൃദയപൂർവ്വം തിരുനാൾ രക്തദാനം, തിരുനാൾ ദീപപന്തൽ, കാൽനാട്ടു കർമ്മം, തിരുനാൾ നോട്ടീസ് പ്രകാശനം എന്നിവ നടത്തി. വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ഫാദർ ജിയോ വേലുകാരൻ, ജനറൽ കൺവീനർ ജെൻസൺ ജെയിംസ്, BI ഔസേപ്പ്, തോമസ് പ്ലാക്കൻ, ബിജു തോലത്ത്, മെൻഡോ ആന്റണി, വിറ്റസ് വിൻസെന്റ്, കൈക്കാരന്മാരായ PI വർഗീസ്, ഷാജു താണിക്കൽ, ജോയ് കുണ്ടികുളം, ജോഷി ചെറിയത്ത് എന്നിവർ പങ്കെടുത്തു. തിരുനാളാഘോഷ കമ്മിറ്റിയും KCYM-ഉം തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയും ചേർന്നാണ് രക്തദാനത്തിന് നേതൃത്വം നൽകിയത്. ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കറെ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPI മണലൂർ ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രകടനവും പ്രതിഷേധ യോഗവും CPM സംസ്ഥാന കമ്മിറ്റി അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി അംഗം സീതാ ഗണേഷ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി VG രാധാകൃഷ്ണൻ, KK ഹരിദാസ്, PK ചന്ദ്രൻ, PK മോഹനൻ, TK അനിരുദ്ധൻ, വാസന്തി അനിൽകുമാർ, മിനി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചന്ദ്രാപ്പനി യൂണിറ്റ് സമ്മേളനം നടത്തി. ചന്ദ്രാപ്പനി BK കുമാരൻ സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന സമ്മേളനം AKTA ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ജോസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ പതാക ഉയർത്തി. സെക്രട്ടറി EP ജെയിംസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ TS ബേബി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി ബിന്ദു ഷാജി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൃഷ്ണൻ, ഹസീന, ശ്രീജ, ഗീത മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. EP ജെയിംസിനെ സെക്രട്ടറിയായും KK ഗോപാലകൃഷ്ണനെ പ്രസിഡന്റായും TS ബേബിയെ ട്രഷററായും യോഗം തെരഞ്ഞെടുത്തു. ഒന്നിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ സംഘടനയിൽ നിന്നുള്ള ആനുകൂല്യങ്ങളായാലും എന്ത് അവകാശങ്ങളായാലും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മളൊരു സ്വതന്ത്ര സംഘടനയായി പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മൾ തന്നെ എല്ലാ കാര്യത്തിലും മുന്നിട്ട് ഇറങ്ങി പ്രവർത്തിക്കണം. മതിലകം സെന്റ് ജോസഫ് സീറോ മലബാർ ചർച്ച് കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി ക്രിസ്തുമസ് കരോൾ ഘോഷയാത്ര സംഘടിപ്പിച്ചു.
ഇടവക ജനങ്ങൾ ഒന്നടങ്കം പങ്കെടുത്ത കരോൾ ഘോഷയാത്ര മതിലകം സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികേയൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇടവക വികാരി ഫാദർ അരുൺ തെക്കിനത്ത്, കരോൾ കൺവീനർ ജോണി വർഗീസ് കുറ്റിക്കാടൻ, ജോയിന്റ് കൺവീനേഴ്സ് ബിജു കല്ലറയ്ക്കൽ, ജെസ്സി സുരേഷ്, കേന്ദ്രസമിതി പ്രസിഡന്റ് തോംസൺ അരിമ്പൂപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. പള്ളി അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര മതിലകം പള്ളിവളവ് സെന്റർ, പഞ്ചായത്ത് പരിസരങ്ങളിൽ ക്രിസ്മസ് ഗാനങ്ങളും നൃത്തച്ചുവടുകളുമായി ജനങ്ങൾക്ക് ദൃശ്യവിരുന്നൊരുക്കി. കയ്പമംഗലം ഹിറ ഇംഗ്ലീഷ് സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. സിനിമ സീരിയൽ താരം ലിഷോയ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ചെയർമാൻ PA അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. ഹിറ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റ് സെക്രട്ടറി PM അഹമ്മദ്, സ്കൂൾ മാനേജർ KA ജമാൽ, സ്കൂൾ CEO ബിരിൽ മാത്യൂസ്, സ്കൂൾ പ്രിൻസിപ്പൽ പ്രീത ഗോപാൽ, PTA പ്രസിഡന്റ് അൻവർ മുഹമ്മദ്, വൈസ് പ്രിൻസിപ്പൽ ലീന സുരേഷ്, സ്കൂൾ ലീഡർ KA ഫൈസ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മുട്ടിച്ചൂർ യൂണിറ്റ് സമ്മേളനം ജില്ലാ ട്രഷററും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MK ജോഷി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്രീദേവി വിനീഷ് റിപ്പോർട്ട്, ട്രഷറർ മിനി മോഹൻദാസ് വരവ് ചെലവ് കണക്ക് എന്നിവ അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷിമ്മി ശിവദാസ്, പീതാംബരൻ ഇയാനി, CR വിശ്വംഭരൻ, സിന്ധു ഓമന എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളായി MK ജോഷി, ശ്രീദേവി വിനീഷ്, മിനി മോഹൻദാസ് എന്നിവരെ തിരഞ്ഞെടുത്തു. പറയാൻ കാരണം സംഘടനയുടെ രജിസ്ട്രേഷൻ സംഘടന ഓഫീസുകൾ തിരുവനന്തപുരത്താണ്. എന്നാൽ ട്രസ്റ്റിന്റെ ഓഫീസുകൾ കൊല്ലത്താണ്. ആ കൊല്ലത്താണ് അതിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ളത്. കൊല്ലത്തേക്കാണ് അപേക്ഷകൾ കുടിശ്ശിക വിദ്യാഭ്യാസ അപേക്ഷകൾ അയക്കുക. ആ അപേക്ഷകൾ അയച്ചാൽ ഇവിടെ നിന്നും നോട്ടീസ് അയക്കും. അയച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ഒരു ജാമ്യക്കാരെ ഒരു വക്കീലിനെ കൊണ്ട് കൊല്ലം കോടതിയിൽ പോയി ജാമ്യം എടുത്ത് പിന്നെ കേസ് നടക്കുന്നതിന് സ്ഥിതിക്ക് ശേഷമുള്ളവരാ. അപ്പൊ അതൊന്നും അവിടെ നിന്ന് നമ്മൾ കണ്ടുപോകേണ്ടതായിട്ട് വരില്ല. നമ്മുടെ ക്ലിയറായിട്ട് പോകുന്നതുകൊണ്ട് നല്ല ജാഗ്രതയോടുകൂടി മുൻ മുഖ്യമന്ത്രി K കരുണാകരന്റെ ചരമദിനത്തോടനുബന്ധിച്ച് വാടാനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി സെന്ററിൽ അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും നടത്തി. മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KS ദീപൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷനായി. DCC സെക്രട്ടറി CM നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് മുഖ്യാതിഥിയായി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ KV സുജിത്ത്, CM ശിവപ്രസാദ്, PM അഹമ്മദ് ഉണ്ണി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VC ഷീജ, ബ്ലോക്ക് സെക്രട്ടറിമാരായ IP പ്രഭാകരൻ, PD ബെന്നി, CM രഘുനാഥ്, ML സെബാസ്റ്റ്യൻ,
രാഗനാഥൻ, വൈക്കാട്ടിൽ സുനിൽ വാലത്ത് എന്നിവർ സംസാരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വളർത്തുമൃഗങ്ങൾക്ക് ധാതു ലവണ മിശ്രിതവും വിരമരുന്നും വിതരണം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പശുക്കളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2 ലക്ഷം രൂപ വിനിയോഗിച്ച് 150 ഗുണഭോക്താക്കൾക്ക് 2000 രൂപയുടെ ധാതു ലവണ കിറ്റാണ് വിതരണം ചെയ്തത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, വാർഡ് മെമ്പർമാരായ IS അനിൽകുമാർ, സന്ധ്യ മനോഹരൻ, KK സൈനുദ്ദീൻ, ബിന്നി അറയ്ക്കൽ എന്നിവർ സംസാരിച്ചു. വെറ്റിനറി ഡോക്ടർ ആര്യ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് ഒരു പദ്ധതിക്കായിട്ട് 2 ലക്ഷത്തിന് മുകളിൽ നമ്മൾ ചിലവഴിക്കുമ്പോൾ തളിക്കുളം പഞ്ചായത്തിൽ 300-ലധികം പദ്ധതികളാണ് നമ്മൾ 24-25 വർഷത്തിൽ നടപ്പിലാക്കുന്നത്. നമുക്ക് ഒരു വർഷത്തിൽ ലഭിക്കുന്നത് ഏകദേശം 2.5 കോടി 3 കോടിക്കുള്ളിലാണ്. 2.5 കോടി 3 കോടിക്കുള്ളിലാണ് ഒരു വർഷം ഓരോ പഞ്ചായത്തുകളും ചെലവഴിക്കേണ്ട. ആ പഞ്ചായത്തിന്റെ വലുപ്പത്തിനനുസരിച്ചും അവരുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ചൊക്കെ അതിൽ വ്യത്യാസങ്ങളുണ്ടാവും. UAEയിൽ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും 31 വർഷത്തോളമായി UAEയിലെ വിവിധ സംഘടനകളിൽ നിറസാന്നിധ്യവുമായ വലപ്പാട് കോതുകുളം സ്വദേശി PH നാസർ തന്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന വേളയിൽ വലപ്പാട് പുത്തൻപള്ളി UAE കൂട്ടായ്മയും വലപ്പാട് വെൽഫെയർ അസോസിയേഷൻ UAEയും സംയുക്തമായി യാത്രയയപ്പ് നൽകി. ചടങ്ങിൽ വലപ്പാട് പുത്തൻപള്ളി UAE കൂട്ടായ്മ സെക്രട്ടറി റഷീദ് വീരാസൻ ഉപഹാരം നൽകി. UAE വലപ്പാട് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ഇക്ബാൽ പുഴങ്കരയിലത്ത്, മുഹമ്മദ് കടവിൽ, ഷിഹാബ് ഷൌക്കത്ത്, നസീർ, ലിയാഖത്ത്, ഷഫീഖ്, സുരേഷ്, ഇജാസ്, ബഷീർ വൈഷം വീട്ടിൽ, ബിനീഷ്, PK സലീം, ബനീഷ്, ഷാഹുൽ എന്നിവർ സംസാരിച്ചു. ലീഡർ K കരുണാകരന്റെ ചരമവാർഷിക ദിനാചരണം കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി പെരിങ്ങോട്ടുകര 3 കോടിയ സെന്ററിൽ നടത്തി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആൻഡ്രൂ തൊറയൻ അനുസ്മരണ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പുഷ്പാർച്ചനയോടെ ആരംഭിച്ച അനുസ്മരണ ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CR രാജൻ, KN വേണുഗോപാൽ, ഹബീബുള്ള, ശിവജി കൈപ്പുള്ളി, ഗോപാലകൃഷ്ണൻ, ഷിഹാബ് താന്യം, ബിനോഷ് വടക്കേടത്ത് എന്നിവർ സംസാരിച്ചു. GVHSS ചേർപ്പ് VHSC വിഭാഗത്തിന്റെ സപ്തദിന NSS ക്യാമ്പുമായി ബന്ധപ്പെട്ട സാന്ത്വനം പ്രോഗ്രാമിന്റെ ഭാഗമായി കുട്ടികളും അധ്യാപകരും പെരിങ്ങോട്ടുകര കാരുണ്യ വൃദ്ധസദനം സന്ദർശിച്ചു. കുട്ടികൾ സമാഹരിച്ച നിത്യോപയോഗ സാധനങ്ങൾ അന്തേവാസികൾക്ക് നൽകി. NSS പ്രോഗ്രാം ഓഫീസർ KH ദീപ, വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ സീന സെബാസ്റ്റ്യൻ, സീനിയർ ക്ലർക്ക് ആദർശ് രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് കുട്ടികൾ പാട്ടുപാടിയും വിശേഷങ്ങൾ പങ്കുവച്ചും വൃദ്ധസദനത്തിലെ അമ്മമാർക്കൊപ്പം ചിലവഴിച്ചു. ഞങ്ങൾ ചേർപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയേഴ്സും ടീച്ചേഴ്സുമാണ്. നമ്മളുടെ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് വൃദ്ധസദനം സന്ദർശിക്കാനും അവരുമായിട്ട് കുറച്ച് സമയം ചിലവിടാനുമായിട്ട് വന്നതാണ്. ആക്ട്സ് തൃപ്രയാർ ബ്രാഞ്ചും വലപ്പാട് ജനമൈത്രി പോലീസും സംയുക്തമായി രാത്രികാല ഡ്രൈവർമാർക്ക് സൗജന്യ ചുക്കുകാപ്പി വിതരണം നടത്തി. ഞായറാഴ്ച രാത്രി വലപ്പാട് SI സദാശിവൻ ഉദ്ഘാടനം നടത്തി. ബ്രാഞ്ച് പ്രസിഡന്റ് P ബിനു അധ്യക്ഷയായി. സെക്രട്ടറി സന്തോഷ് മാടക്കായി, കൺവീനർ പ്രേംലാൽ വലപ്പാട്, വൈസ് പ്രസിഡന്റ് KR വാസൻ, ജോയിന്റ് സെക്രട്ടറിമാരായ അഭയ് തൃപ്രയാർ, MS സജീഷ്, രാജേഷ്, ജോയിന്റ് കൺവീനർമാരായ വാസൻ നാന്തുപറമ്പിൽ, സുവിദ് കുന്തറ, രഹന ബനീഷ്, മെമ്പർമാരായ സുഭാഷ് ചന്ദ്രൻ, ഫറൂഖ്, മാനേജർ ഡേവിസ് മാസ്റ്റർ, ഡ്രൈവർമാരായ രൺധീർ, ഷുബിൻ എന്നിവർ പങ്കെടുത്തു. രാത്രി 3 മണിവരെ വിതരണം നടത്തി.
പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടന്നുവരുന്ന ദക്ഷിണമൂർത്തി അന്താരാഷ്ട്ര സംഗീത നൃത്തോത്സവത്തിന്റെ 24ാം ദിവസം അനിരുദ്ധ് ടി രാജീവിന്റെ സംഗീത കച്ചേരി നടന്നു. വയലിനിൽ എരമല്ലൂർ ബിജോയും മൃദംഗത്തിൽ തുറവൂർ ബി സുശീൽകുമാർ പക്കവും വായിച്ചു. തുടർന്ന് ബാംഗ്ലൂർ ദുർഗ ശർമ്മയുടെ ഹിന്ദുസ്ഥാനി വയലിൻ സോളോ കച്ചേരി അരങ്ങേറി. തബലയിൽ പക്കം വായിച്ചത് രത്നശ്രീ അയ്യർ ആയിരുന്നു. ഗുരു കേരള കലാലയം കലാവിജയന്റെ ശിഷ്യയായ ധന്യ അജിത് കല്യാണിക്കുട്ടിയമ്മയുടെ ശൈലിയിൽ മോഹിനിയാട്ടവും ഡോക്ടർ ശ്രീരജ വിഷ്ണു കലാമണ്ഡലം ശൈലിയിൽ മോഹിനിയാട്ടവും അവതരിപ്പിച്ചു. തൃശൂർ തപസ് സ്കൂൾ ഓഫ് ഡാൻസ്, വൈഷ്ണവി നാട്ടാലയ, പഴുവിൽ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഭരതനാട്യ ശൈലിയിൽ നൃത്തനൃത്യങ്ങളും തിരുവള്ളക്കാവ് നിശാഗന്ധി ടീമിന്റെ തിരുവാതിരക്കളിയും വൈകിട്ട് ഗസ്റ്റ് ഹൌസ് ഗ്രൗണ്ടിൽ വിനീത് ശ്രീനിവാസൻ ലൈവ് മ്യൂസിക് ഷോയും അരങ്ങേറി. ചൊവ്വാഴ്ച തൃപ്പൂണിത്തുറ സ്വരധാരയുടെ ഭജൻസും ബാംഗ്ലൂർ പ്രീത പരശുരാമൻ എന്നിവരുടെ സംഗീത കച്ചേരിയും വൈദേഹി സുരേഷിന്റെ സോപാന സാരംഗിയും നടക്കും. അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡർ കെ കരുണാകരന്റെ ചരമവാർഷിക ദിനം ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് കെ ബി രാജീവ് അനുസ്മരണ പ്രഭാഷണം നടത്തി. വി കെ മോഹനൻ, ബിജേഷ് പന്നിപ്പുലത്ത്, ഉസ്മാൻ അന്തിക്കാട്, ഷാനവാസ് അന്തിക്കാട്, എൻ ബാലഗോപാലൻ, ഗൗരി ബാബു മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ജോർജ് അരിമ്പൂർ, രഘു നല്ലയിൽ, കിരൺ തോമസ്, എ എസ് വാസു, ജോജോ മാളിയേക്കൽ, നാരായണൻകുട്ടി, ഷീജ രാജു, അമ്മുക്കുട്ടി, ഡേവിസ്, എം വിജയൻ, ഫ്രാൻസിസ് ആലപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകി. കണ്ടശാങ്കടവ് മാമ്പിള്ളിയിൽ പുനർജനി ബസ് സ്റ്റോപ്പ് പരിസരത്തുള്ള പരേതനായ എരണേഴത്ത് രാമൻകുട്ടിയുടെ ഭാര്യ മീനാക്ഷി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. മക്കൾ അനിൽകുമാർ, ബേബി, ഉണ്ണികൃഷ്ണൻ, മരുമക്കൾ വാസന്തി, രവി, രത്ന. എസ് എൻ പുരം കാര അഞ്ചങ്ങാടിയിൽ പടിഞ്ഞാറെ ടിപ്പു സുൽത്താൻ റോഡിൽ ലോറിക്ക് പിന്നിൽ സ്കൂട്ടർ ഇടിച്ച് വിദ്യാർത്ഥി മരിച്ചു. കയ്പമംഗലം കുറ്റിക്കാട്ട് സ്വദേശി മേനാലി അൻസറിന്റെ മകൻ അഫ്നാൻ റോഷനാണ് മരിച്ചത്. 16 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാഴൂർ നാടകവേദിയുടെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവത്തിന് വ്യാഴാഴ്ച അരങ്ങുണരും. കഴിമ്പ്രം മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിന് ചൊവ്വാഴ്ച കൊടിയേറും. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ ഗൗരി ലക്ഷ്മിയുടെ ലൈവ് മ്യൂസിക് ഷോ സംഗീത ആസ്വാദകരുടെ മനം കവർന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.